ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മളിപ്പോൾ ഗോകർണത്തെ ഹോട്ടലിന് റൂമിൽ നിന്ന് നേരെ ടെമ്പിളിലേക്കൊന്ന് തോന്നിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. ദാസേട്ടൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുസ്വാഗതം. നല്ല അടിപൊളി മല. ഗംഗാവലി പുഴയുടെ തീരത്തായി ശരിക്കും നമുക്ക് അപ്പുറത്തോട്ട് ഗംഗാവലി പുഴ. റൈറ്റിലേക്ക് ഗോകർണം 7 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓം ബീച്ച് ഉണ്ട്. ഗോകർണ ഓം ബീച്ച്. കുറച്ച് ഹോട്ടൽസ് ഉണ്ട് ഇവിടെ. അധികം വലിയ വലിയ ഹോട്ടൽസ് ഒന്നും ഇല്ല, നോർമൽ ഹോട്ടൽസ്. ഭയങ്കര റേറ്റാണ്. വലിയ വലിയ ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. ഇപ്പം പുതിയ പുതിയ വന്നിട്ടുണ്ട്. സൈഡിലെല്ലാം പുതിയ പുതിയ കാണുന്നു. പണ്ടൊന്നും ഒന്നുമില്ലേ. ഇതെല്ലാം ഇപ്പം പുതിയ വന്നത്. ചെറിയ ചെറിയ റോഡ്സാണ് ഇവിടെ ഫുള്ളായിട്ട്. നെക്സ്റ്റ് ടേണിങ് ഗോകർണ ടെമ്പിളെത്തി. നമ്മള് തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നേരെ കടലിൻ്റെ അടുത്താണ് പാർക്കിംഗ് ഉള്ളത്. ശിവ ടെമ്പിളിൽ പോകുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിൽ ഗണപതി ടെമ്പിൾ ഉണ്ട്. അവിടെ തൊഴുതിട്ട് അവിടെ നമുക്ക് തന്നെ അഭിഷേകം ചെയ്യാൻ പറ്റും. ഇത് ഭാരതത്തിലെ ഒരേ ഒരു ആത്മലിംഗമാണ് ഗോകർണ ശിവ ടെമ്പിൾ. ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മലിംഗത്തിനെ നമുക്ക് കൈയിനെ കൊണ്ട് തൊടാൻ പറ്റും. പിന്നെ ഇവിടെ ഷർട്ട് മുണ്ട് മാത്രം എടുത്തിട്ടേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പാൻറ് അലൗഡ് അല്ല. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ 2 കവാടമുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല തിരക്കാണ്. വെക്കേഷൻ ലീവ് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, നല്ല തിരക്കാണ്. നമ്മൾ അങ്ങനെ ഗോകർണത്തിൽ നിന്ന് ഹൈവേയിലെത്തി. നമ്മളെ റൂം ഇതാണ്. ഇന്നലെ അടുത്ത ബിൽഡിങ് വെജ് റെസ്റ്റോറൻറ്റ് ലോഡ്ജ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി നിന്നത്. ഒരു ദിവസം നിൽക്കാനല്ല ഓക്കെ. നമ്മൾ ഇന്നലെ രാത്രി നിന്ന് രാവിലെ പോകും. അതിനല്ല ഓക്കെ. വെജിറ്റേറിയൻ ഹോട്ടലാണ്. കുംട്ടയിലേക്ക് 10 കിലോമീറ്റർ. കുന്താപൂർ 111 കിലോമീറ്റർ. മുരുടേശ്വർ 48 കിലോമീറ്റർ. പാണ്ഡുരംഗ ഇന്റർനാഷണൽ ഹോട്ടൽ കുംട്ട എത്താനായി. കുംട്ട ടൗൺ 1 കിലോമീറ്റർ. കുംട്ട എത്തി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ കുറേ പൂക്കാർ ഇരിക്കുന്നുണ്ട്. നല്ല മുല്ല എല്ലാം ഉണ്ട്. ജമന്തി കുറേ പൂക്കളുണ്ട്. വില എത്രയാണെന്ന് അറിയില്ല. ചോദിക്കുന്നുണ്ട് അതിനാൽ ഇറങ്ങിയിട്ട് ചോദിച്ചിട്ട് പാപ്പാണ്. മറ്റേ മാംഗ്ലൂര് മുല്ല ഉണ്ടോന്ന് തലയിച്ചു വിടാലോ. കന്നഡ ഗൊത്തു ഇല്ല. മുല്ലപ്പൂ വാങ്ങാൻ പോയിട്ടുണ്ട്. കന്നഡയിൽ എന്തെന്നാ അയാളോട് പറയുന്നത് ഭഗവാനാണ്. അങ്ങനെ ദാസൻ കുറച്ച് പൂ ഭഗവാനും വാങ്ങി, കുറച്ച് പൂ എനിക്ക് തലയിൽ വെക്കാനും വാങ്ങിച്ചു. കുണ്ടക്ക് ശേഷമില്ല ടോൾ ബൂത്ത്. IRBയുടെ ടോൾ ബൂത്ത്. ഇവിടെ എത്രയാണ്? ഇവിടുത്തെ എമൗണ്ട് എത്രയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. നല്ല ഇപ്പം ഫാസ്ടാഗ് ആയതുകൊണ്ട് ഓൺലൈൻ കട്ടാകുന്നുണ്ട്. ഒന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കാറില്ല. എത്ര എന്നാലും പറയാം. എത്രയാണ് ഇവിടെ ഇവിടെ 115 രൂപ. പൊന്നേവാർ ജംഗ്ഷൻ
ലെഫ്റ്റ് പോയാൽ ബാംഗ്ലൂരാണ്, റൈറ്റിൽ ബാംഗ്ലൂർ മംഗലാപുരം. നമ്മളിപ്പോ റൈറ്റിലേക്ക് പോകും. നമ്മൾ റൈറ്റിൽ പോകും. ലെഫ്റ്റ് പോയാൽ നേരെ എവിടെയാണോ? ബാംഗ്ലൂർ. പിന്നെ വാർത്താവ്. ഇതേതാ നദി? ഗൂഗിൾ മാപ്പിൽ കയറി നോക്കേണ്ടി വരുവാ നദി ഏതാന്ന്. എത്ര കാലമായി ദാസ ഈ നദി ക്രോസ് ചെയ്തിട്ട് ഇനി നാട്ടിൽ പോന്ന്. ഇതിന്റെ നദി അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ലോ. പാടിച്ചിട്ട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. മുരുടേശ്വറിൽ എന്തായാലും കയറുന്നില്ല, ഇന്ന് ശനിയാഴ്ച അല്ല. മുരുടേശ്വറിൽ നമ്മൾ കയറുന്നില്ല. മുരുടേശ്വർ എത്തി. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ പോയ മുരുടേശ്വർ ടെമ്പിളായി. കാമത്തോട്ടുണ്ട്. റൈറ്റ് സൈഡിൽ RNA ഉണ്ട്. കുറെ ഹോട്ടൽസ് എല്ലാം ഉണ്ട്. RNS ഹോട്ടലെല്ലാം ഇവിടെ നമ്മൾ പണ്ടപ്പോ നിന്നിട്ട് ഇപ്പം നിന്നിട്ടൊന്നുമില്ല. RNS ഹൈവേ ഹോട്ടൽ ഉണ്ട്. ഇവിടെ ഹോട്ടൽസ് എല്ലാം കുറെ ഉണ്ട്. നല്ല നോൺ വെജ് കിട്ടും ഇവിടെ. മീനെല്ലാം ഫിഷും അത് ഇതൊക്കെ കിട്ടും ഹോട്ടലിൽ. നമ്മൾ ഒരു പ്രാവശ്യം നിന്ന് കഴിച്ചു. ടോൾ പ്ലാസ 50 റുപ്യ 50 റുപ്പീസ്. ഇതെങ്കിലും അറിയാമല്ലോ ദാസ, എനിക്ക് സന്തോഷം. കുറച്ച് സ്ലോ ആ, പക്ഷെ കുറെ നേരമായി നിൽക്കുന്നു. ദാസം കണ്ട വിചാരം ഭയങ്കര. ലെഫ്റ്റ് സൈഡിൽ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. ലെഫ്റ്റ് പോയാൽ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മളെ നിവേച്ചിനെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 12:35 ട്രെയിനാണ്. 12:15 ഇപ്പോൾ നമ്മളാടി എത്തും. ഇപ്പൊ തന്നെ നമ്മളെത്തും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കും. ഇതാണ് ബൈന്ദൂർ മൂകാംബിക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെയാണ് ഇറങ്ങുക. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ടാക്സി ഉണ്ട്. അതിന് റേറ്റ് എല്ലാം സെയിം തന്നെ. ആരും അങ്ങനെ കൂടുതലൊന്നും എടുക്കൂല. ഓരോ ഫിക്സഡ് റേറ്റ് ആണ്. പിന്നെ റിക്ഷയും ഉണ്ട്. അതെന്ത് വേണ്ടിക്കും ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നിൽക്കാൻ പറ്റിയ സ്റ്റേ ചെയ്യാൻ പറ്റിയതാണ്. നമ്മളിതുവരെ നിന്നിട്ടില്ല. പരിപ്പട നിന്നുണ്ട. പരിപ്പട അങ്ങനെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ അവരെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൊല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ NH66 NH66 ഹൈവേ. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് 32 കിലോമീറ്റർ കൊല്ലൂർ മൂകാംബിക സ്ട്രെയിറ്റ് റോഡാണ്. നേരെ 32 കിലോമീറ്ററിൽ അവിടെ എത്തും. അങ്ങനെ നമ്മൾ മൂകാംബിക ദേവീൻ്റെ കവാടത്തിലേക്ക് എത്തി. ലെഫ്റ്റ് സൈഡിൽ വനദേവതയുടെ അമ്പലമാണ്. നമ്മളിടക്ക് തൊഴാറുണ്ട്. ഇന്ന് പിന്നെ നേരെ കൊല്ലൂരിലേക്ക് നമ്മൾ ദേവിയെ കാണാൻ പോയി. 3 കിലോമീറ്റർ ബാക്കിയുണ്ട്. കുറെ മൂകാംബിക നമ്മളെ ഒരു ഉത്സവം കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവിയെ കാണാൻ പോകുന്ന ഇപ്പോഴാണ്. ഒരു 2 മാസത്തെ ഗ്യാപ്പ് വന്നു. സ്വതവേ അങ്ങനെ ഗ്യാപ്പൊന്നും വരാറില്ല.
എല്ലാ മാസവും പോയി തൊഴുന്നതാണ്. പക്ഷേ റൈറ്റ് സൈഡില് ഇത് ബസ് സ്റ്റാൻഡ്, മൂകാംബിക ബസ് സ്റ്റാൻഡ്, കൊല്ലൂർ ബസ് സ്റ്റാൻഡ്. ലെഫ്റ്റ് സൈഡിൽ ഇത് സൗവർണികയിലേക്ക് പോകുന്ന വഴി നേരെ. മഹാലക്ഷ്മിയിലാണ് നമ്മൾ റൂം എടുത്തത്. നമ്മൾ 2 റൂം ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. മധുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ അമ്മേൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. പാടുന്ന ചണ്ഡികാ ഹോമത്തിന്റെ പ്രസാദം കിട്ടും. ആരാണ്? മഹാലക്ഷ്മിന്റെ റൂം. സുന്ദരി തരുണിമണികളായിട്ട് നിവേദ്യം റിയേച്ചെല്ലാം വന്നിട്ടുണ്ട്. ഇത് പ്രിയേച്ചി, ഇത് നിവേച്ചി. നിങ്ങളെ കണ്ടിട്ടില്ലേ ആദ്യം? പിന്നെ പഴംപൊരി വിത്ത് ചമ്മന്തി. നിവേച്ചിയാ? അല്ലല്ല, പഴുത്ത പഴം തന്നെയാ. ചമ്മന്തികളുണ്ടോ സംശയം? ചമ്മന്തികളുണ്ടോ സംശയം? ഇല്ല, ഇവിടെ എല്ലാത്തിലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ കാപ്പി കുടിയും കഴിഞ്ഞ് വൈകുന്നേരം 7 മണിന്റെ ദീപാരാധന തൊഴാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത് ഗണപതി അമ്പലമാണ്. ഫസ്റ്റ് ഇവിടെ തോന്നിട്ടാണ് മൂകാംബിക ദേവീൻ്റെ അടുത്ത് പോകേണ്ടത്. നമ്മൾ ഉത്സവത്തിന് വന്നതാ, പിന്നെ വന്നിട്ടില്ല. വിജ അങ്ങനെ ദേവിക്ക് ചാർത്താനുള്ള മുല്ലപ്പൂവായിട്ട് വന്നിട്ടുണ്ട്. ഇത് നവഗ്രഹ ചണ്ഡികാ ഹോമം നടക്കുന്ന സ്ഥലമാണ്. നവഗ്രഹ ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞാൽ 2 ദിവസം ഉണ്ടാവും. ശരിക്കും ദേവിയെ കാണാൻ വന്നാൽ നമ്മൾ ആദ്യം പുറത്തുള്ള എല്ലാ ഉപദേവതകളെയും പ്രാർത്ഥിച്ചിട്ട് വേണം ദേവിയെ കാണാൻ വരാൻ. നമ്മൾ സ്വതവേ ഉള്ളില് ദേവീനെ കണ്ടിട്ടാണ് പുറത്തുള്ള ദൈവങ്ങളെല്ലാം കാണാൻ പറ്റും. അങ്ങനെയല്ല വേണ്ടത്. ഇന്ന് നല്ല തിരക്ക ഫുള്ള്.
മസാല ദോശ, പ്ലെയിൻ ദോശ. തുറന്ന് കാണിക്കണം. ഉള്ളി കാണിക്കാനല്ല പറഞ്ഞ, തുറന്ന് കാണിക്കാം. ഓക്കെ ഓക്കെ.